ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു ദ ഹെൽസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആശുപത്രി പോകാം. വനേസ ഫിസ്ക് ആ അതുല്യ പ്രണയത്തിന് ഒരു ദൗർഭാഗ്യകരമായ അന്ത്യം. വനേസയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന കിങ്പിനെ നമ്മൾ കാണുമ്പോൾ തൻ്റെ പ്രേയസിയുടെ ചലനമറ്റ കൈ നോക്കിക്കൊണ്ടങ്ങനെ മരവിച്ച് നിൽക്കുവാണ്. ജീവിതത്തിൽ അയാൾ ഒരിക്കലും ഇത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകില്ല. അങ്ങനെ ആ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അവിടേക്ക് വരികയും തൻ്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഫിസ്കിൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയായിട്ടാണ് താൻ കാണുന്നതെന്നും സമാധാനിപ്പിക്കാനെന്നോണം ഫിസ്കിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ അയാൾ ശ്രമിക്കുമ്പോൾ വല്ല കാര്യമുണ്ടായിരുന്നു. ഇടഞ്ഞു തകർന്നു നിൽക്കുന്ന വിൽസൺ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. എന്നാൽ ആ സ്നേഹപ്രകടനം പെട്ടെന്ന് തന്നെ ഭീകരമായി മാറുന്നു. കിങ് പിൻ അയാളെ വല്ലാതെ മുറുക്കെ പിടിക്കുകയും ആ ഡോക്ടറുടെ നട്ടലൊടിക്കുകയും ചെയ്യുന്നു. ആ പാവം ഡോക്ടർ അപ്പം തന്നെ അവിടെ മരിച്ചു വീഴുന്നതും ആ വലിക്കുന്ന ചോരാണ്ടില്ലേ, തുടക്കമാണത് ഈ നഗരത്തിൽ ചോരപ്പുഴ ഒഴുകാൻ പോകുന്നതിൻ്റെ നാശത്തിൻ്റെ. വനേസയുടെ ശവസംസ്കാര ചടങ്ങ്. എല്ലാവരും കറുപ്പണി നിൽക്കുമ്പോൾ ഫിസ്ക് മാത്രം മുഴുവനായി വെളുത്ത വസ്ത്രം ധരിച്ച് നിൽക്കുന്നു. ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയതിന് സാക്ഷ്യം വഹിച്ച ആ പെയിൻറ്റിങ്ങിലെ മുയൽ വെള്ള നിറം പോലെ വിവാഹസമയം ധരിച്ച അതേ വസ്ത്രവും ധരിച്ച് അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളുടെ വിശ്വസ്തരായ ബഗ് കാഷ്മാൻ, ഷീല റിവേറ, ഹെദർ ഗ്ലെൻ, ഡാനിയൽ ബ്ലേക്ക് എന്നിങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. വില്ലനോ കൊലയാളിയോ കാലനോ ആരോ ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു നിമിഷം ആ പള്ളിയിലുള്ളവരെല്ലാം ഫിസ്കിൻ്റെ ഈ ദുർവിധിയെ ഓർത്ത് അവിടെ സങ്കടപ്പെടുകയാണെന്ന് പറയുമ്പോൾ ഓർക്കണം അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ വ്യാപ്തി. ഫിസ്ക് അങ്ങനെ അവസാനമായി വനേസയുടെ മുന്നിലേക്ക് ഒരു റോസാപ്പ് കൊടുക്കുമ്പോൾ അതേസമയം മറ്റൊരു സ്ഥലത്ത് മാറ്റ് മർഡോക്കും കാരൻ പേജും പരിക്കേറ്റ് സുഖം പ്രാപിച്ചിരുന്ന ബുൾസയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ചികിത്സിക്കാൻ തൽക്കാലത്തേക്ക് വിളിപ്പിക്കുന്നത് വൈറ്ററിൻ്റെ വൈഫായ സാന്റാ സോൾഡാഡിനെയാണ്. അവർ ബുൾസയുടെ മുറിവ് വെച്ച് കിട്ടുന്നു. ആ ഒരു നില മോശമാണെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും അവൾ ഡേർഡെവിളിനോട് പറയുന്നെങ്കിലും നിലവിൽ അത് സാധ്യമുള്ള കേസല്ല. ആശുപത്രിയിൽ കൊണ്ടുപോയ ഫിസ്കിൻ്റെ ആളുകൾ അവനെ കൊല്ലത്തേ ഉള്ളൂ. മൊത്തം വളർന്നിരിക്കുമല്ലേ, അത് അവനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ ആകുമെന്നും മാറ്റ് പറയുന്നു. എന്നാൽ കാരൻ ഇതിനോട് യോജിക്കുന്നില്ല. ബുൾസയെ മരിക്കേണ്ടവനാണെന്നും അല്ലെങ്കിൽ ഫിസ്കിൻ്റെ ഏതെങ്കിലും തുറുങ്കിൽ കഴിയേണ്ടവനാണെന്നുമാണ് അവൾ വിശ്വസിക്കുന്നത്. അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം പറഞ്ഞില്ലേ, ബുൾസൈ മൂലം അവൾക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ടവരെയാണ്, ഫോഗി നെൽസൺ ഉൾപ്പെടെ. ഈ സമയം ആഞ്ചലയുടെ സംസാരം ശ്രദ്ധിച്ചാൽ ടൗണിലെ വിശേഷങ്ങൾ സുഖമുള്ളതല്ല. വനേസയുടെ മരണത്തിൽ ചിലർ ദുഃഖിക്കുമ്പോൾ മറ്റു ചിലർ നഗരത്തിലെ ആൾക്കാരെ പിടിച്ചുകൊണ്ടു പോകുന്ന വഴി കാണാതാകുന്നതിൽ ആശങ്കാകുലരാണെന്ന് അവൾ അറിയിക്കുന്നു. എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഫിസ്ക് ചരക്കുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പോണില്ലെന്നും വെറുതെ നോക്കി സമയം കളയണമെന്നും മനസ്സിലാക്കി CIA ഏജൻ്റായ മിസ്റ്റർ ചാൾസ് അയാളുടെ റിസ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘവുമായി ആയുധങ്ങൾ എടുക്കാൻ വെയർഹൗസിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവർ കാണുന്നത് കാലിയായ ഗോഡൗണും. ഇതുവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. കാരണം കിങ് പിൻ തങ്ങളുടെ ഇടപാടിൽ നിന്ന് പിന്മാറിയതായി ഇതിലൂടെ വ്യക്തം. അപ്പോൾ പിന്നെ ഈ ചരക്കൊക്കെ എവിടെ പോയി? ഓഫീസർ പവലും AVTF സംഘവും ഇതിനോടകം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ ആയുധങ്ങൾ ഇറക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി നമ്മളൊരു നല്ല വീട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു സംഘം സായുധരായ ആളുകൾ അവിടെ എത്തുകയും ആ വീട് വളയുന്നതും കുട്ടിയുടെ അമ്മ പുറത്തേക്ക് വരുന്നു. പിന്നെ അവിടെ നടക്കുന്നത് ഒരു വലിയ അടിപിടി. ഫിസ്കിൻ്റെ സേനയിലുള്ളവരാണ് അക്രമകാരികൾ. അപ്പോൾ അവർ വന്നതാർക്ക് വേണ്ടിയാ? ഫൈറ്റിനിടയിലായി ഒരു ഫ്ലാഷ് ഗ്രനേഡ് വീടിനുള്ളിലേക്ക് വന്ന് വീഴുന്നതും ആ കൊച്ചു പെൺകുട്ടി കളിപ്പാട്ടമെന്ന പോലെ കയ്യിലേക്ക് എടുത്തു വയ്ക്കവേ ആ അമ്മ വന്നവന്മാരെ നിലംപരിശാക്കി പെട്ടെന്ന് അകത്തേക്ക് വരികയും കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ അമ്മ ആരാണെന്ന് നമ്മൾ കാണുന്നത്. അത് ജെസ്സിക്ക ജോൺസ് ആണ്, ഡിഫൻഡേഴ്സ് സംഘത്തിലെ സ്ട്രോങ് ലേഡി, അതിമാനുഷിക ശക്തിയോടുള്ള കിടുക്കാഴ്ച ഐറ്റം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ജെസ്സിക്ക. അവൾ ഇതുവരെ സീനിലില്ലായിരുന്നെങ്കിൽ തന്നെയും മർഡോക്കിനെയും കാരനെയും സഹായിച്ചു വരുന്നതായിരുന്നു. തുടക്കത്തിൽ കപ്പലിൽ നിന്ന് രണ്ടുപേർ രക്ഷപ്പെട്ടതായി ഇവരെ അറിയിച്ചതും നമ്മുടെ ജെസ്സിക്കയാണ്. താവളത്തിലാകട്ടെ ഇന്നരമുള്ള സംസാരവും ആ അതിലൊരുവനായിരുന്ന ക്രിസ്റ്റോഫിയെക്കുറിച്ചാണ്. മുന്നേ വക്കീലായ മഗ്ഡഫി ചേർത്ത് വെച്ചെടുത്ത ക്രിസ്റ്റോഫിയുടെ തുറന്നു പറച്ചിലിൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ തൻ്റെ സോഴ്സ് ഏത് നിമിഷവും അയച്ചു തരുമെന്ന് കാരൻ മർഡോക്കിനെ അറിയിച്ചിട്ട് പഴയ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. മുന്നേ സീസൺ 3 ക്ലിൻ്റൺ ചർച്ചിൽ വെച്ച് ബുൾസൈ നടത്തിയ ആക്രമണം ഓർമ്മയുണ്ടോ? അന്ന് ഫാദർ ലാൻഡത്തെ അയാൾ കൊല്ലുകയും മാറ്റിനെ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഫിസ്കിനെ കൊല്ലാൻ മാറ്റ് ആഗ്രഹിച്ചിരുന്നെങ്കിലും കാരനാണത് തടഞ്ഞത്. ഇപ്പോൾ താൻ അന്ന് ചെയ്ത് തെറ്റായി പോയോ എന്നവൾ സംശയിക്കുന്നു. എന്നാൽ മാറ്റ് അവളെ ആശ്വസിപ്പിക്കുന്നു, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കാരൻ ഉറപ്പുണ്ട്, ഈ പോരാട്ടം അവസാനിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്നേക്കുമായി ഇല്ലാതാകണം. ഫിസ്കിനെ കൊല്ലുന്നതിനെക്കുറിച്ച് മാറ്റ് ആലോചിക്കണമെന്നും കാരൻ പറയുന്നു. കാരണം അവസരം കിട്ടിയാൽ ഫിസ്ക് അത് ചെയ്യാൻ ഒട്ടും മടിക്കില്ല. ജെസ്സിക്ക അടിയന്തരമായി മീറ്റ് ചെയ്യാൻ മെസ്സേജ് അയക്കുമ്പോൾ മർഡോക്ക് അതിന് പോകാമെന്നും അവൾ ബുൾസയെ നോക്കാനും പറഞ്ഞു നിൽക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അവളോട്, പ്രതികാരം നീതിയല്ല. ശവസംസ്കാര ചടങ്ങിന് ശേഷമുള്ള സൽക്കാരത്തിൽ ഗവർണർ മക്കർഫി ഷീലയുമായി സംസാരിക്കുന്നു. ഫിസ്കിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് ആശങ്കയുണ്ട്. പുറത്തുനിന്നുള്ള സമ്മർദ്ദം കാരണം ഫിസ്കിനെതിരെ ഉടൻ നടപടിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാമെന്നും പകരം ഷീലയെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. ഒരു മോശം സമയമാണേലും ബ്ലേക്കിൻ്റെ ജന്മദിനമാണെന്ന് ബീബി അവന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അത് ആഘോഷിക്കണമെന്ന് അവൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വനേസയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡാനിയൽ ബ്ലേക്കിന് അതിന് താല്പര്യമില്ല.
ഒടുവിൽ അവൻ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി ശാന്തമായി ബർത്ത്ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിരുന്നതായി അറിയിക്കുമ്പോൾ കൂടെ വരാമെന്ന് ബീബി പറയുന്നു. അവരുടെ സംഭാഷണത്തിനിടയിലേക്ക് ബക്ക് കടന്നു വരികയാണ്. ബീബിയുടെ വെറുതെ നിന്ന് സംസാരിച്ചിട്ട് ബ്ലേക്കിനെ മാറ്റി നിർത്തി ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. കാരണം ബക്കിന് നല്ല സംശയമുണ്ട് ഫിസ്കിനെതിരെയുള്ള ലീക്കിൻ്റെ പിന്നിൽ ഇവളാണോ എന്ന്. എന്നാൽ ബ്ലേക്ക് അവളോടുള്ള അടുപ്പം വെച്ചിട്ട് അത് ബീബി അല്ലെന്ന് പ്രതികരിക്കുന്നെങ്കിലും ഒന്ന് സൂക്ഷിക്കാൻ ബക്ക് പറയുന്നു. ഫിസ്കിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ, അദ്ദേഹത്തിനാണ് ആദ്യ പ്രാധാന്യം. അതുകൊണ്ട് അവളെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാനായി ഒരു കള്ളക്കഥ പറയാൻ ബക്ക് ബ്ലേക്കിനോട് ആവശ്യപ്പെടുന്നു. ആ വാർത്ത പുറത്തു വന്നാൽ അവളാണ് ചാരിയെന്ന് ഉറപ്പിക്കുക. അങ്ങനെയാണേ പിന്നെ ബാക്കി കാര്യം ബക്ക് ഏറ്റെന്നും പറഞ്ഞു വിടുമ്പോൾ മാറ്റ് മർഡോക്ക് അങ്ങനെ ജെസിക്ക ജോൺസിനെ പോയി മീറ്റ് ചെയ്യുകയാണ്. പട്ടാളക്കാർ തൻ്റെ വീട് അതിക്രമിച്ച് കയറിയതിലും തൻ്റെ മകൾ ഡാനിയലെ അപകടത്തിലാക്കിയതിലും അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. ഫിസ്കിന് ആയുധങ്ങൾ കടത്താൻ സർക്കാർ തരത്തിലുള്ള ചില ഉയർന്ന ഉദ്യോഗസ്ഥർ സഹായം നൽകുന്നുണ്ടെന്ന് അവൾ കണ്ടെത്തിയതായി പറയുമ്പോൾ അത് മിസ്റ്റർ ചാൾസ് ആണ്. ഇയാൾ പണ്ട് തന്നെ കൂടെ കൂട്ടാൻ ശ്രമിച്ചിരുന്നുവെന്നും താനത് നിരസിച്ചെന്നും അവൾ മാറ്റിനോട് പറയുന്നു. പക്ഷെ മറ്റുള്ളവർ ചിലപ്പോൾ ആ വാഗ്ദാനം സ്വീകരിച്ചിട്ടുണ്ടാകാം എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് സ്വന്തം ഭർത്താവിനെ ഉദ്ദേശിച്ചാണ് അവൾ പറയുന്നത്. ഭർത്താവ് ആരാണെന്നറിയാലോ, ഡിഫൻഡേഴ്സിലെ തന്നെ ലൂക്ക് കേജ്. ബുള്ളറ്റ് ഒരു ചമ്മിപ്പോന്ന അസാമാന്യ തൊലിക്കട്ടി, ബലവാൻ, അതിശക്തൻ, ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ സൂപ്പർ ഹീറോ. ഇതാണ് ലൂക്ക് കേജിനെ പറ്റി 2 വാക്കിൻ്റെ ഉത്തരം പറയാൻ ചോദിച്ചാൽ പറയേണ്ടത് കേട്ടാ. അടിപിടിക്കിടയിൽ ജെസിക്കയ്ക്ക് വാരിയലിന് പരിക്കേറ്റതായി മാറ്റ് അവളുടെ ശ്വാസം വലിക്കലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രസവത്തിന് ശേഷം തൻ്റെ സൂപ്പർ പവറുകൾ ഇടയ്ക്കിടെ കുറയുന്നുണ്ടെന്ന് ജെസിക്ക് തന്നെ സമ്മതിച്ചങ്ങനെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുവരും AVTFൻ്റെ വെയർഹൗസിലേക്ക് തിരിക്കുന്നു. അവിടെയാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആദ്യം ചാൾസിന് വേണ്ടിയാണ് ഈ ആയുധങ്ങൾ കൊണ്ടുവന്നതെങ്കിലും ഇപ്പോൾ AVTF അത് നഗരത്തിനെതിരെ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇത് തടയണം, നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്ന ജെസ്സിക്കയുടെ ചോദ്യത്തിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇരുവരുടെയും അതിശയിപ്പിക്കുന്ന ഒരു പോരാട്ടമാണ്. അത്ര വലിയൊരു ആക്ഷൻ അല്ലെങ്കിലും ജെസ്സിക്ക അവിടേക്ക് എത്തി ഒരാളെ വെയർഹൗസിൻ്റെ ഭിത്തിയിലൂടെ പുറത്തേക്ക് വലിച്ച് ഒരേറെറിയുമ്പോൾ ഡെയർഡെവിളും അവൾക്കൊപ്പം ചേരുന്നു. ഇരുവരും ചേർന്ന് ഓഫീസർമാരെ തല്ലിച്ചതയ്ക്കുന്നു. ഇതിനിടയിൽ ഓഫീസർ പവലിനെ ജെസ്സിക്ക മർദ്ദിക്കുന്നുണ്ടെങ്കിലും അവൾ വീക്കായി പോകുന്ന തക്കത്തിന് പവൽ അവളെ കൊല്ലാൻ ശ്രമിക്കെ ഡെയർഡെവിൾ ഇടപെട്ടവനെ വീഴ്ത്തി അവിടെ എസ്കേപ്പ് ആകുമ്പോൾ ആ വെയർഹൗസിൻ്റെ നാശം കൂടിയാണ് അവിടെ. സ്ഫോടക വസ്തുക്കൾ വെച്ച് മുഴുവൻ കത്തിച്ചാമ്പലാക്കുവാണ്, ആയുധങ്ങൾ പലതും ഉൾപ്പെടെ. വനേസയുടെ വിയോഗത്തിൽ അവരുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന ഹെദറിനും എത്രമാത്രം വിഷമമുണ്ടെന്ന് കാണിക്കുന്ന സന്ദർഭമാണ് വീട്ടിലെ ചടങ്ങിൽ നിൽക്കെ വനേസയുടെ മുറിയിലേക്ക് കയറി അങ്ങനെ നിൽക്കുന്നത്. അവിടുന്ന് ഓർമ്മയ്ക്കായി ഒരു കമ്മലെടുത്ത് നിൽക്കുകയാണ് ബക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ ഈ വനേസ തന്നെ കോർക്കാൻ വിട്ട 2 പേരല്ലേ ഇവർ. എന്തായാലും ബക്ക് ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മ്യൂസ് എന്ന സീരിയൽ കില്ലറുടെ ട്രോമ ഓൾറെഡി ഉള്ളപ്പോൾ തന്നെ അടുത്തൊരു ട്രാജഡി. മ്യൂസിനെ അന്ന് കൊലപ്പെടുത്തിയത് ഹെദർ ആണെങ്കിലും അവൾക്കത് ഉണ്ടാക്കിയത് കുറ്റബോധവും വേദനയും മാത്രമാണ്. ഒന്നുമില്ലെങ്കിലും അയാൾ മാനസികമായി തകർന്ന ആളായിരുന്നു. ഒരു സൈക്യാട്രിസ്റ്റായ തൻ്റെ അടുത്തേക്ക് സഹായത്തിനെത്തിയ ആളെയാണ് അങ്ങനെ ചെയ്തെന്നുള്ള ഗിൽട്ട് കണ്ട് ബക്ക് ഒരു പ്രത്യേക തരത്തിലാണ് അവളെ സമാനിപ്പിക്കുന്നത്. അന്ന് മ്യൂസ് ഹെദറിനെ ഉപദ്രവിക്കാൻ നോക്കിയ രീതി, ശരീരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചതും കൊങ്ങയ്ക്ക് പിടിച്ച് ശ്വാസം മുട്ടിച്ചതൊക്കെ ഓർത്തെടുത്ത് അത് കാണിക്കാൻ പറഞ്ഞങ്ങനെ അവൾ ആ ഉള്ളിലുള്ള വിരോധം പ്രകടിപ്പിക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതും അവൾ കുറച്ചൊന്ന് ശാന്തമായി പോകുമ്പോൾ നമുക്കിവിടെ ഹെദറിൻ്റെ പോക്കിൽ ചെറുതായി ഒന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവളും മാനസികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിബി നമ്മുടെ ബർത്ത്ഡേ ബോയെ സെറ്റാക്കി അവനോടൊപ്പം അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു രഹസ്യം പറയുന്നത്. ആരോടും പറയരുത്, ഈ ന്യൂസ് പുറത്തു പോരെന്നും പറഞ്ഞ് ബ്ലേക്ക് അറിയിക്കുന്ന ഫിസ്കിൻ്റെ കാര്യം. അദ്ദേഹം ഇനി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല. ഈ ഒരു ഭരണത്തോടെ എല്ലാം നിർത്തുകയാണ്. വനേസയുടെ ഫ്യൂണറലിന് ശേഷം തന്നെ വിളിപ്പിച്ചത് പറഞ്ഞതായി ബ്ലേക്ക് പറയുമ്പോൾ ബിബിക്കും വലിയ ഷോക്ക്. നിലവിൽ നല്ല പീപ്പിൾ സപ്പോർട്ടുള്ള വിജയം ഉറപ്പായിട്ടുള്ള ആളാണ് ഫിസ്ക്. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം വേദനാജനകമാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ അറിയാലോ ഇത് സത്യമൊന്നുമല്ല, ബക്ക് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു ടെസ്റ്റാണ്. ബിബി ആണോ എല്ലാ ലീക്കിനെയും പിന്നിലുള്ളത് എന്നറിയാനായിട്ട്. ഈ ഒരു സത്യം കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ അവരുടെ അവസാനം ബക്കിൻ്റെ കൈ ഉണ്ടായിരിക്കും. ആയുധങ്ങൾ മാറ്റിയതിൻ്റെ അമർഷം ചാൾസ് വിളിച്ചിട്ട് ഫിസ്കിനെ ആക്ഷേപിക്കാൻ തുടങ്ങി പ്രകടിപ്പിക്കുന്നതിലും അയാൾ കട്ട് ചെയ്യുന്നു. ഇതേസമയം തന്നെ വനേസയുടെ സ്മരണാർത്ഥം നടക്കുന്ന ചടങ്ങിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയിരുന്നു. റിബൽസ് ഉണരുകയായി. വനേസ നമ്മുടെ പ്രശ്നമല്ലെന്നും നമുക്ക് ചുറ്റും കാണാനായിട്ടുള്ള പല പാവങ്ങൾക്കും പിന്നിൽ ഇവരാണെന്ന് പറഞ്ഞവിടെ ഒരു മൂവ്മെൻറ്റിന് തുടക്കമാകുമ്പോൾ ജെസ്സിക്ക ജോൺസ് ഡെയർഡെവിളിനൊപ്പം ഉണ്ടായിരുന്നത് അവളാണെന്ന് പവലിന് ഉറപ്പായി. ഇത് കോളിനോട് സ്ഥിരീകരിച്ചുകൊണ്ട് അവിടുന്ന് പോകുമ്പോൾ മറ്റൊരു ഓഫീസറായ സോണ്ടേഴ്സിനെ കണ്ടായാൽ മറന്നുപോയെന്ന് പറഞ്ഞ് ആക്സസ് കീ കാർഡ് കൊടുത്ത് അവനോടൊപ്പം കയറിപ്പോകുന്നു. ആ ഒരു കീ കാർഡ് വെച്ചാണ് മുന്നേ ഡെയർഡെവിൾ റെഡ് ഹൂക്കിലേക്ക് കയറിയതും അവിടെ തടവുകാരെ രക്ഷിച്ചതും ഒക്കെ. അലൻ സോണ്ടേഴ്സിനെ മുൻപ് കാരൻ പിടികൂടിയപ്പോൾ അവൻ ഡെയർഡെവിളിൻ്റെ നീതിപൂർവമായ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതായി വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തോടെ ഡെയർഡെവിളിന് ആക്സസ് കാർഡ് മിസ് ചെയ്യേണ്ടി വന്നതോടെ അലൻ സോണ്ടേഴ്സിൽ അവിടെ സംശയം ജനിക്കുന്നു. ഇനി അതും കൺഫേമായ അവൻ്റെ അടുത്ത് ഉറപ്പ്. പണിഷറുടെ ഒളിത്താവളത്തിൽ ബുൾസയെ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്നതും കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് അവന് ദേഷ്യം വരുന്നു. കാരൻ തോക്കുമായി നിൽക്കുന്ന കണ്ട് തന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുവാണ്. വനേസയാണ് ഫോഗിയെ കൊല്ലാൻ ഉത്തരവിട്ടതെന്നും തന്നെ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. മരിക്കാൻ തയ്യാറാണെന്ന് അവൻ പറയുമ്പോൾ കാരൻ ഫോഗിയുടെ ഓർമ്മയാണ്. ആ ഒരു നിമിഷം അവരുടെ കൈവിട്ട് പോകുമെന്ന സാഹചര്യത്തിൽ എന്തായാലും ഡെയർഡെവിൾ വന്ന് തോക്ക് തടുത്തെറിപ്പിക്കുന്നുണ്ട്.
കാരനെ കൊലപാതകയാക്കാൻ താൻ അനുവദിക്കില്ലെന്ന് നിൽക്കുന്നത് കണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് ശത്രുക്കളെ രക്ഷിക്കാൻ വലിയ താല്പര്യമാണെന്ന് മാറ്റിനോട് കാരൻ ദേഷ്യത്തോടെ പറയുന്നു. അവൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ക്രിസ്റ്റോഫി രഹസ്യ താവളത്തിലേക്ക് എത്തിയിട്ടില്ല. അയാൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ഇതുവരെ ക്രിസ്റ്റോഫിയുടെ മൊഴിയടങ്ങിയ ആ വീഡിയോ പ്രചരിക്കാത്തത് ചിലപ്പോൾ ബീബിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടായിരിക്കുമെന്നും ഇനി നിയമം കൊണ്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അവൾ നിരാശയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നഗരത്തിൽ ഫിസ്കിനെതിരെയുള്ള ആ റിബൽസിന്റെ പ്രതിഷേധം ശക്തമാകുന്നു. പവലും സോണ്ടേഴ്സും തമ്മിലുള്ള അടുപ്പം എന്തോ വലിയ ആപത്തിന് സൂചനയെന്നിരിക്കെ ബ്ലേക്കും ബീബിയും അവൻ്റെ അമ്മയുടെ വീട്ടിൽ സന്തോഷമായി സമയം ചെലവഴിക്കുന്നു. ബീബി ബാത്റൂമിൽ പോയ സമയം നോക്കി ബ്ലേക്കിനൊരു സംശയം തോന്നി അവളുടെ കോട്ട് പരിശോധിക്കുന്നു. ബീബി ഇന്നേരം മാറി ഫിസ്കിന് മത്സരിക്കാനില്ല എന്ന വാർത്ത ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവസാന നിമിഷം അവൾ തയ്ക്കുന്നില്ല. കാരണം ബ്ലേക്കിന് മേൽ അവൾക്കൊരു പ്രത്യേക അടുപ്പം വന്ന പോലെ. മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് പ്രോമിസ് ചെയ്ത കാര്യമല്ല ഇത്. അതുകൊണ്ട് മെസ്സേജ് ഡിലീറ്റ് ആക്കുമ്പോൾ അത് ആർക്കാണ് അയക്കാൻ തുനിഞ്ഞു നിന്നുണ്ടോ? എലിസണിൻ്റെ നമ്പറിലേക്ക്. നെറ്റ്ഫ്ലിക്സ് സീരീസിൽ എലിസൺ ഒരു പ്രധാന ക്യാരക്ടറായിരുന്നു. അങ്ങനെ ബീബി ഇറങ്ങാൻ നേരം നല്ലൊരു യാത്ര പറച്ചിൽ പറഞ്ഞ് റൊമാൻറ്റിക്കായി നിൽക്കെ ബ്ലേക്ക് അവളുടെ ജാക്കറ്റിൽ നിന്ന് കണ്ടെത്തിയ SD കാർഡിനെ കുറിച്ച് ചോദിക്കുന്നു. സിറ്റി വിതൗട്ട് ഫിയർ എന്ന വീഡിയോകൾക്ക് പിന്നിൽ ബീബി ആണെന്ന് അവനിപ്പോൾ എന്തായാലും കൺഫേം ആയിരിക്കുകയാണ്. അവൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്ലേക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമവും. തനിക്കിനി അവളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുമ്പോൾ അത് ബക്കിൽ നിന്നാണ്. അവനിതറിഞ്ഞാൽ ബീബിയുടെ അന്ത്യവും. ആ സമയം തന്നെ ബക്ക് അവനെ ഫോണിൽ വിളിക്കുന്നു ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാനായിട്ട്. കാരൻ വേഷം മാറി പ്രതിഷേധക്കാർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ തനിക്കെതിരെയുള്ള കലാപക്കാരുടെ റെസിസ്റ്റ് ആൻഡ് റെബൽ പ്രൊട്ടസ്റ്റ് ഫിസ്ക് തൻ്റെ ഓഫീസിൽ നിന്ന് വീക്ഷിക്കുകയാണ്. ഗവർണർ പിന്തുണ പിൻവലിച്ചതായും നാളെ കൂടിക്കാഴ്ച ഉണ്ടെന്നും ബക്ക് അറിയിക്കുന്നു. ഈ സമയം കാരൻ ഒരു വലിയ കെട്ടിടത്തിൻ്റെ വശത്ത് പോയി ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ്. ഫിസ്ക് എങ്ങനെയാണ് നിരപരാധികളെ ജയിലിൽ അടച്ചതെന്നും ഡേഡബിൾ അവരെങ്ങനെ രക്ഷിച്ചുവെന്നും ഉള്ള സാക്ഷ്യപ്പെടുത്തലുകളായിരുന്നു അത്. ഗ്രീക്ക് ലേഡിയായ അരിയാനയുടെയും സാന്റാ സോൾഡാൻ്റെയും ഉൾപ്പെടെ. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നതോടെ കൂടുതൽ പ്രക്ഷോഭകരമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഫിസ്ക് ഉടൻ തന്നെ തൻ്റെ രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് കടക്കുന്നു. അയാൾ തൻ്റെ പഴയ താവളത്തിലെത്തുമ്പോൾ അവിടെ മാറ്റ് മാർഡോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മാറ്റ് വനേസയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നു. തങ്ങൾ എന്തിനാണ് പോരാടുന്നത് തനിക്ക് പോലും അറിയില്ലെന്ന് മാറ്റ് പറയുകയാണ്. ഈ വഴക്ക് അവസാനിപ്പിക്കണമെന്നും ഫിസ്ക് നഗരം വിട്ടുപോയാൽ താനും പോകാമെന്നും അവളുടെ വാഗ്ദാനം ചെയ്യുന്നു. നേരത്തെ ഇതുപോലെ നല്ലത് നടന്നിരുന്നെങ്കിൽ ഫോഗിയും വനേസയും ഇന്നും ജീവനോടെ ഇരുന്നേനെ എന്ന് മാറ്റ് പറയുമ്പോൾ ഫിസ്കിന് നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. പിന്നെ അവിടെ 2 തലത്തിലുള്ള ശക്തന്മാരുടെ തീപാറും പോരാട്ടം. ഫിസ്ക് മാറ്റിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. വനേസയുടെ പിന്നിലേക്ക് മാറ്റിനെ തറപ്പിക്കുമ്പോൾ മുന്നേ വനേസ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. മുയൽ വെള്ള നിറത്തിൽ ചോറ് തെറിച്ചിരിക്കുന്ന കാഴ്ച. മാറ്റ് പതുക്കെ തൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് തിരിച്ചടിക്കുന്നു. അവസാനം ഫിസ്കിനെ ശ്വാസം മുട്ടിച്ചും ഇടിച്ചും മാറ്റ് തളർത്തുന്നെങ്കിലും കൊല്ലാൻ പോണില്ലെന്ന് ഫിസ്കിന് നല്ല വ്യക്തമായി അറിയാം. നീതിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു രക്തസാക്ഷിയായി ഫിസ്ക് ജനങ്ങളാൽ എക്കാലവും ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുറത്ത് വൻ കൊലപാതകങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഒടുവിൽ ടാസ്ക് ഓഫീസർ ആലൻ സോണ്ടേഴ്സ് വഞ്ചിച്ചെന്ന് കണ്ടെത്തി അവനെ അപ്പോൾ തന്നെ പവൽ വെടിയിച്ച ശേഷം ഇത് പ്രതിഷേധക്കാർ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ നിർദ്ദേശിച്ച് പുറത്തുകൂടി നിൽക്കുന്ന ആ കലാപക്കാരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ആഞ്ചലയും കാരനും ഉൾപ്പെടെ ഇതിൽ പെട്ടുപോവുകയാണ്. എന്നാൽ ഒരു വലിയ ക്രൂഷ്യൽ മൊമെന്റ് കൂടി ഈ സാഹചര്യത്തിൽ ഉണ്ടാവുന്നു. കാരൻ്റെ വിഗ് മാറിപ്പോകുന്നതോടെ പവൽ അവളെ തിരിച്ചറിയുന്നു. തോക്ക് അവൾക്ക് നേരെ ചൂണ്ടി നിൽക്കുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ അദ്ദേഹത്തിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. കാരനിവിടെ പിടിയിൽപ്പെട്ടാൽ എന്തായാലും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുറപ്പാണ്. നിലവിൽ മർഡോക്കിന് മുന്നിൽ ഫിസ്ക് നിൽപ്പുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇനി എന്താണ് നടക്കാൻ പോവുക? നമുക്ക് കാത്തിരുന്ന് കാണാം.